നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. തൻ്റെ സഹോദരന്മാർക്ക് ഹിതകരമായിരിക്കുന്ന തൻ്റെ പ്രാർത്ഥന അത് കർണനും അങ്ങേയറ്റം ഹിതകരമാണ്. ഇവർക്ക് 6 പേർക്കും ഹിതകരമാണ്. അങ്ങനെയുള്ളതാ എൻ്റെ ഈ വാക്കിനെ കർണൻ എങ്ങനെയാ മാനിക്കാതിരിക്കുക, സ്വീകരിക്കാതിരിക്കുക? നിശ്ചയമായിട്ടും സ്വീകരിക്കും എന്ന് ചിന്തിച്ചിട്ട് ഇതി കുന്തി വിനിശ്ചിത്യ, ഇങ്ങനെ കുന്തി മനസ്സിൽ തീരുമാനമെടുത്തിട്ട് യയോ ഭാഗീരഥീം പ്രതി, ഭാഗീരഥി നദിയുടെ തീരത്തേക്ക്, ഗംഗയുടെ തീരത്തേക്ക് മധ്യാഹ്നം അടുക്കുമ്പോഴേക്കും കുന്തി ചെന്നു. അപ്പോൾ ഗംഗാനദിയിൽ ഇറങ്ങി നിന്ന് ഏകാഗ്രചിത്തനായിട്ട് സൂര്യനെ തന്നെ നോക്കിക്കൊണ്ട് തപസ് ചെയ്യുന്ന, സൂര്യനെ സ്തുതിക്കുന്ന കർണനെ കണ്ടു. ഗംഗാതീരെ പൃഥാശ്രൗഷീത് വേദാധ്യയന നിസ്വനം. ഗംഗാതീരത്ത് എത്തിയപ്പോ തന്നെ അവിടെ വെച്ച് പൃഥ കേട്ടു, കുന്തി കേട്ടു. എന്താ? കർണൻ ചൊല്ലുന്ന വേദമന്ത്രങ്ങളുടെ ആ മനോഹരമായ ശബ്ദം. അത് ആ അമ്മയുടെ ഹൃദയത്തില് കൂടുതൽ പ്രതീക്ഷയെ നൽകി. അങ്ങനെ വേദമന്ത്രങ്ങൾ കേട്ടുകൊണ്ട് ചെന്നു. എങ്ങനെയാ കർണൻ നിൽക്കുന്നത്? പ്രാങ്മുഖസ്യോർധ്വബാഹോസ പര്യതിഷ്ഠത പൃഷ്ഠതഃ. കിഴക്കോട്ട് നോക്കിയാണ് കർണൻ നിൽക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഉയർത്തി തലയ്ക്ക് മുകളിൽ കൂപ്പി നിൽക്കുകയാണ്. എന്നിട്ട് വേദമന്ത്രങ്ങളാൽ ആദിത്യനെ നോക്കിക്കൊണ്ട് ആദിത്യനെ സ്തുതിക്കുകയാണ്. ആ കർണന്റെ സമീപത്ത് ചെന്നു. നല്ല വെയില്. ആ വെയില് സഹിക്കാനാവുന്നില്ല. കർണന്റെ പിന്നാലെ ചെന്നിട്ട്, പിന്നിൽ ചെന്നിട്ട്, കർണന്റെ ജപത്തിനൊരു തടസ്സം ഉണ്ടാക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പിന്നിൽ ചെന്നിട്ട് കർണന്റെ ഉത്തരീയത്തിന്റെ നിഴലിൽ, വെയിലിൽ നിന്ന് കുറെയൊക്കെ രക്ഷപ്പെട്ട് കുന്തി കർണന്റെ ആ ധ്യാനം പൂർണ്ണമാകുന്നത് പ്രതീക്ഷിച്ചു നിന്നു. സൂര്യന്റെ രശ്മികള് പടിഞ്ഞാറോട്ട് നീങ്ങിത്തുടങ്ങുമ്പോ നേരെ മുകളിൽ നിന്ന്, അപ്പോഴേക്കും കർണന്റെ പുറകുവശത്ത് ആ രശ്മികൾ വീഴാൻ തുടങ്ങും. അപ്പോഴാണ് കർണൻ തന്റെ സൂര്യ ജപം പൂർണ്ണമാക്കുക. അതുവരെ ആ നിമിഷവും പ്രതീക്ഷിച്ച് കുന്തി കാത്തു നിൽക്കുകയാണ്. ആ അവസരത്തിൽ കർണൻ സൂര്യകിരണങ്ങൾ തന്റെ പുറകിൽ വീഴാൻ തുടങ്ങുമ്പോ ജപം നിർത്തി. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുകയാണ്. ദൃഷ്ട്വാ കുന്തിം ഉപാതിഷ്ഠത് അഭിവാദ്യ കൃതാഞ്ജലി. കുന്തിയെ കണ്ടു. ആരാ കുന്തി? തന്റെ അമ്മ തന്നെയാണ്. ഇതുവരെ തന്റെ അമ്മയാണെന്ന് ലോകത്തിന്റെ മുന്നിൽ കുന്തി പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അമ്മ ഇതാ തന്റെ പിന്നാലെ വന്നു നിൽക്കുന്നു. ഈ സമയത്ത് വരുന്നത് എന്തെങ്കിലും പ്രാർത്ഥനയുമായിട്ടാണ്. അപ്പൊ അങ്ങനെ എന്തോ ഒരു പ്രാർത്ഥനയുമായിട്ട് കുന്തി വന്നു നിൽക്കുന്നു എന്ന് കർണന് മനസ്സിലായി. ആ പ്രാർത്ഥന എന്താകും? തന്റെ അനുജന്മാരായിരിക്കുന്ന യുധിഷ്ഠിരാദികളെ സംഹരിക്കരുത് എന്നുള്ള പ്രാർത്ഥനയാകും. ഇതെല്ലാം കർണന്റെ മനസ്സിലൂടെ നിശ്ചയമായിട്ടും കടന്നുപോയിട്ടുണ്ടാകണം. വളരെ ബഹുമാനത്തോടുകൂടിയിട്ട് കർണൻ കൈകൂപ്പിക്കൊണ്ട് കുന്തിയെ സ്വാഗതം ചെയ്തു. ആ അവസരത്തിൽ സ്വാഗത വചനം 145 അധ്യായത്തിൽ നമ്മൾ കേൾക്കും. 144, 145,
46 ഈ 3 അധ്യായങ്ങളിലായിട്ടാണ് കുന്തിയുടെയും കർണന്റെയും ആ സംഭാഷണം. അങ്ങനെ കർണ ദർപ്പം, അതേപോലെ ഒരമ്മ അനുഭവിക്കുന്ന വേദന ഒക്കെ നമുക്ക് നേരിട്ട് കാണുവാനായി സാധിക്കുക. കേരളത്തില് വളരെയേറെ പ്രസിദ്ധമായ ഒരു കഥകളിയുണ്ട്, കർണശപഥം. മാലി എഴുതി നമുക്ക് കേരളത്തിലെ സഹൃദയന്മാർക്ക് സമർപ്പിച്ച കഥയാണ് മാലി മാധവൻ നായരുടെ കഥ കർണശപഥം. കലാമണ്ഡലം കൃഷ്ണൻ നായർ ആശാൻ അതിനെ ഭംഗിയായിട്ട് ചിട്ട ചെയ്ത് അദ്ദേഹം തന്നെ എല്ലായിടവും അവതരിപ്പിച്ച് ആ കഥയ്ക്ക് വളരെയേറെ പ്രചാരം ഉണ്ടാക്കി കൊടുത്തു. ആ കഥ ഈ 2 കഥാപാത്രങ്ങളുടെ ആന്തരികമായ സംഘർഷത്തെ നമ്മുടെ മുന്നില് അവതരിപ്പിക്കുന്നുണ്ട്. കർണൻ കുന്തിയെ അഭിവാദ്യം ചെയ്യുന്നത് നമുക്ക് തുടർന്ന് കാണാം. രാധേയോഹം ആതിരഥി കർണസ്ത്വാം അഭിവാദയേ പ്രാപ്താ കിമർത്ഥം ഭവതി ബ്രൂഹി കിം കരവാണിതേ. താൻ കൗന്ദേയനാണെന്ന് അറിയുന്ന കർണൻ ആദ്യമേ അമ്മയുടെ നേരെ കുത്തുവാക്ക് പ്രയോഗിക്കാണ്. എന്താ? രാധേയോഹം ആധിരഥി, രാധേയോഹം ആധിരഥി. ഞാൻ രാധേയൻ, രാധയുടെ മകൻ. തന്നെക്കാളും മുതിർന്ന ആളുകൾ, താൻ ആദരിക്കേണ്ട ആളുകൾ, അവരൊക്കെ കൺമുന്നിൽ എത്തിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അവരെ അന്വേഷിച്ച് അവരുടെ മുന്നിലെത്തിയാൽ തന്നെ പരിചയപ്പെടുത്തണം. ഒരുപക്ഷെ വർഷങ്ങളായി അടുത്ത് പരിചയമുള്ള ആളായിരിക്കാം, എങ്കിലും പരിചയപ്പെടുത്തണം. ഇത് ശിഷ്ടാചാരം. അതുകൊണ്ട് കർണൻ ഇതാ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ രാധയുടെ മകൻ, അതിരഥന്റെ മകൻ, ആധിരഥി അധിരഥന്റെ മകൻ. അങ്ങനെയുള്ളതായ കർണൻ, കർണസ്ത്വാം അഭിവാദയേ. അങ്ങനെയുള്ള ഈ ഞാൻ കർണൻ, അല്ലയോ അല്ലയോ മഹാറാണി, അങ്ങേ ഞാനിതാ അഭിവാദനം ചെയ്യുന്നു, വന്ദിക്കുന്നു. നിശ്ചയമായിട്ട് ഈ സമയത്ത് ഇവിടേക്ക് വരുന്നത് എന്തെങ്കിലും ഒരു അഭ്യർത്ഥനയുമായിട്ടായിരിക്കും. പ്രാപ്താക്കിമർത്ഥം ഭവതി. യുധിഷ്ഠിര മഹാരാജാവിന്റെ അമ്മയായിരിക്കുന്ന, പാണ്ഡവരുടെ അമ്മയായിരിക്കുന്ന, മഹാറാണിയായിരിക്കുന്ന, രാജമാതാവായിരിക്കുന്ന, പാണ്ഡുവിന്റെ പത്നിയായിരിക്കുന്ന കുന്തി തന്നെ പോലെ ഒരു നിസാരന്റെ മുന്നില്, രാധേയന്റെ മുന്നില്, സൂതപുത്രന്റെ മുന്നില് ഇതാ വന്നു ചേർന്നിരിക്കുന്നു. ആ വലുതായ വ്യത്യാസത്തെ ധ്വനിപ്പിച്ചുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുന്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അത് ധ്വനിപ്പിച്ചുകൊണ്ട് പ്രാപ്താക്കിമർത്ഥം ഭവതി. ഇത്ര ഉന്നതങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങ് എന്തിനാണ് ഇവിടെ എന്റെ മുന്നില് ഇങ്ങനെ വന്നു ചേർന്നത്? ഞാൻ എന്തോ ഒരു സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ബ്രൂഹി കിം കരവാണിതേ. എന്നോട് പറഞ്ഞാല് എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്താണ് അങ്ങയുടെ പ്രാർത്ഥന? അത് പറഞ്ഞാലും എന്ന് കർണൻ തൊഴുകയോടുകൂടിയിട്ട് കുത്തുവാക്കുകളെല്ലാം വളരെ ഭംഗിയായിട്ട് ധ്വന്യാത്മകമായി പ്രയോഗിച്ചുകൊണ്ട്, ഇതെല്ലാം ദർപ്പമാണ്, പ്രയോഗിച്ചുകൊണ്ട് കർണൻ കുന്തിയോട് പറഞ്ഞു. കുന്തി ഇത് കേട്ട് ഞെട്ടിപ്പോയി. തന്റെ മകൻ, തന്റെ മൂത്ത മകൻ, തന്റെ അനുജന്മാരെ കുറിച്ച് അറിയാത്ത തന്റെ മൂത്ത മകൻ, താൻ അവന്റെ സമീപത്ത് ആദ്യമായിട്ട് ജീവിതത്തിൽ എത്തിച്ചേരുകയാണ്. അപ്പോ തന്നോട് ആദ്യം പറഞ്ഞത് രാധേയോഹം, ഞാൻ രാധയുടെ മകനാണ്. അതിലെ ആ ആക്രമണ സ്വഭാവം കുന്തിയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ഒരു പെറ്റമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല. കുന്തിയെ വല്ലാതെ ഉലച്ചു. അതുകൊണ്ട് ഉടൻ തന്നെ കുന്തിയുടെ മറുപടി ഇതാണ്, കൗന്ദേയസ്ത്വം നരാധേയോ. അങ്ങനെയാണ് കുന്തി മറുപടി പറഞ്ഞു തുടങ്ങുന്നത്. നീ കൗന്ദേയനാണ്, നീ കുന്തിയുടെ മകനാണ്, നീ ഒരിക്കലും രാധേയനല്ല, രാധയുടെ പുത്രനല്ല. രാധ നിന്നെ വളർത്തി, ശരി തന്നെയാണ്, പക്ഷേ നീ രാധേയനാവില്ല. അതുകൊണ്ട്
രാധേയനെന്ന് ലോകം നിന്നെ കാണുന്നുണ്ടാവാം. നീ കൗന്ദേയനാണ്, കുന്തിയുടെ മകനാണ് എന്നറിഞ്ഞുകൊള്ളുക. അതേപോലെ തന്നെ ന തവ അധിരഥ പിത, നിന്റെ അച്ഛൻ അധിരഥനുമല്ല. തേരാളിയായിരിക്കുന്ന സൂതകർമ്മം ചെയ്യുന്നവനായ അധിരഥൻ എന്ന ആ മനുഷ്യനുമല്ല നിന്റെ അച്ഛൻ. നാസി സൂതകുലേ ജാതഃ, നീ സൂതവംശത്തിൽ പിറന്നവനല്ല. അല്ലയോ കർണ, നീ കുന്തിയുടെ മകനായിട്ട് പിറന്നവനാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. കർണ തദ്വിധിമേവച, അല്ലയോ കർണ, നീ ഇത് മനസ്സിലാക്കിക്കൊള്ളുക. എന്റെ ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളുക. അത് നീ മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളുക. നീ ഒരിക്കലും നിന്നെ ആധിരഥിയെന്നും രാധേയനെന്നും പറയരുത്. നീ എനിക്ക് എങ്ങനെയാ മകനായത്? നീ എങ്ങനെയാ കൗന്ദേയനായത്? കാനീനസ്ത്വം മയാ ജാതഃ, നീ എന്റെ കാനീനപുത്രനാണ്. ഞാൻ കന്യകയായിരിക്കുമ്പോഴേക്കും, ഞാൻ അവിവാഹിതയായിരിക്കുന്ന അവസരത്തില് എന്റെ ഈ വയറില് ജന്മം കൊണ്ട് അങ്ങനെ ഈ ഭൂമിയിലേക്ക് ജീവിതത്തിലേക്ക് വന്ന എന്റെ ആദ്യത്തെ പുത്രനാണ് നീ. പൂർവജ കുക്ഷിണാധൃത, ഈ വയറിലാണ് നിന്നെ ഞാൻ 10 മാസം ധരിച്ചത്. ഈ വയറിനുള്ളിലാണ് നീ വളർന്നു വന്നത്. ഒരമ്മയ്ക്ക് തന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനോടുള്ളതായ വാത്സല്യം, അതിനെക്കുറിച്ചുള്ള സ്മരണ കർണന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമാറ് ആ വാത്സല്യം സ്മരിച്ചുകൊണ്ടാണ് കുന്തി ഇത് പറയുന്നത്. നീ ജനിച്ചത് എവിടെയെന്നറിയോ? കുന്തിരാജസ്യ ഭവനേ, കുന്തിഭോജന്റെ വീട്ടിലാണ്, കൊട്ടാരത്തിലാണ് നീ ജനിച്ചത്. നീ ഒരു സൂത ഗൃഹത്തിൽ ജനിച്ചവനല്ല. നീ ആരെന്നറിയോ? അല്ലയോ മകനെ എന്ന് വിളിക്കാണ്. പുത്രക, മകനെ എന്ന് വിളിക്കാണ്. പാർത്ഥസ്ത്വമസി പുത്രക, അല്ലയോ മകനെ, നീ പാർത്ഥനാണ്, പൃഥയുടെ മകനാണ്. ശൂരസേനന്റെ മകളാണല്ലോ കുന്തി. കുന്തിക്ക് ശൂരസേനൻ ഇട്ട പേര് പൃഥ എന്നാണ്. ശൂരസേനന്റെ കൂട്ടുകാരനായ കുന്തിഭോജന് മക്കളില്ലാതിരുന്നു. മക്കളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അപ്പോ ശൂരസേനൻ കുന്തിഭോജനോട് പറഞ്ഞിരുന്നു, എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഞാൻ നിനക്ക് തരാമെന്ന്, നിന്റെ സന്താനമായി തരാമെന്ന്. അങ്ങനെ കുന്തിഭോജന് മകളായി വന്നു പൃഥ. ശൂരസേനൻ തന്റെ പുത്രിയായിരിക്കുന്ന പൃഥയെ കുന്തിഭോജന്, കൂട്ടുകാരന്, രാജാവിന് നൽകി.